ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓ നമോ ഭഗവതേ വാസുദേവായ. ശ്രീ മഹാഭാഗവതം കിളിപ്പാട്ട് ഏകാദശസ്കന്ധം ഉദ്ധവോപദേശം തുടരുകയാണ്. ഹരേ ഗുരുവായൂരപ്പ. കേവലം ഭഗവാൻ എന്നോടരുളി ചെയ്തതോർത്താൽ, ഹരേ യോഗയോഗേശ യോഗാത്മകനായിടും നാഥ, കേവലം ഭഗവാൻ എന്നോടരുളി ചെയ്തതോർത്താൽ, സംഘത്തെ കളവാനായുള്ള സന്യാസചിഹ്നം സംഘികളായ വിഷയാത്മാക്കൾ കാമങ്ങളെ ത്യാഗം ചെയ്തിടുവതിനോർത്താൽ ദുഷ്കരം തന്നെ. ഭോഗപാശത്താൽ അവനിവനെന്നതും പിന്നെ എൻ്റെ എന്നതും എനിക്കെന്നതും മൂഢാത്മാവായി നിന്റെ മായയാൽ ആത്മാവിങ്കൽ ബന്ധനം കൊണ്ടു നിന്തിരുവടി അരുൾ ചെയ്തിരിക്കുന്ന തത്വം ചിന്തിച്ചിട്ടറിഞ്ഞനുഭവിച്ചു കൊണ്ടിടുവാൻ അന്തരംഗത്തിലോർത്താൽ എത്രയും അസാധ്യമെന്ന അന്തർമാനസത്തിങ്കൽ തോന്നുന്നിതെനിക്കിപ്പോൾ. ബ്രഹ്മവാദികളായ ദേവകൾ ബഹിരർത്ഥകർമ്മികളായി തവമായയാ മോഹിച്ചേറ്റം ചിത്തവിഭ്രമന്മാരായി തത്വത്തെ അറിയാതെ അത്തൽ പൂണ്ടുഴലുന്നു സംസാരമഗ്നന്മാരായി. യാതൊരു സൂക്ഷ്മയുക്തി കൊണ്ടു നിന്തിരുപാദം ചേതസ്സിലറിയുന്നു എങ്ങനെ നിസ്സംഗമം സംസാരതപ്തന്മാരായി ജ്ഞാനഹീനരായുള്ളു സംസാരി ശ്രേഷ്ഠന്മാരായിരിക്കും ജനങ്ങളും. സത്സംഗം കൊണ്ടും സൂക്ഷ്മ സൂക്തിചിന്തനം കൊണ്ടും ചിൽസ്വരൂപനായി അനവദ്യനായി അനന്തനായി അനന്തപരനായിട്ടീശനായി സർവജ്ഞനായി അനന്തഗുണവാനായി നരനാരായണൻ ആയിരിക്കും ഭഗവാനെ ശരണം പ്രാപിക്കുന്നു. യാതൊരു പുമന്മാർക്കുമിങ്ങനെ പ്രയാസമായി മുന്നം ചൊല്ലിയ സംഘമെങ്ങനെ കളയുന്നതെന്തുപായത്താലെന്നും എന്നോടിങ്ങരുൾ ചെയ്യുക. ഉദ്ധവർ തൻ്റെ ചോദ്യമിങ്ങനെ കേട്ട നേരമുത്തമനായ കൃഷ്ണൻ അന്നേരമരുൾ ചെയ്തു. ലോകേഷു തുലോം ലോകതത്വജ്ഞമാനുഷന്മാരേകാന്ത ശുഭാശയാൽ ആത്മാനമാത്മാവിനാൽ കണ്ടിടുന്ന ആത്മാക്കൾക്കു പ്രത്യേകം പുരുഷനു രണ്ടില്ലാതൊരു ഗുണവാത്മാവു തന്നെയത്. പ്രത്യക്ഷാൽ മാനസത്തിലറിയും നരന്മാരായി മുഖ്യരാം സാഖ്യയോഗജ്ഞാനികളായുള്ളവർ പ്രത്യക്ഷാനുമാനത്താൽ പുരുഷനാകുമെന്ന നിത്യാത്മാവഹമെന്നങ്ങറിയും മാർഗത്തേക്കാൾ പുരുഷ സാന്നിധ്യം കൊണ്ട് അനന്തശക്തിയായിട്ടിരിക്കും മായ ഏകം അദ്വൈതാഖ്യങ്ങളായി നാനാ സൃഷ്ടികൾ ചെയ്തതായതു ഹേതുവായി നാനാത്വഗുണങ്ങളെക്കൊണ്ടും ദേഹങ്ങൾ കൊണ്ടും മാനസാദികൾ കൊണ്ടും അഗ്രാഹ്യമായിരിക്കും മാനസം സർവസാക്ഷിയായുള്ളോരീശ്വരനെ അനുമാനത്തിൽ നിന്നിട്ടുണ്ടെന്നു ഉരയ്ക്കുന്നു. അതിനു പുരാതനമായുള്ളോരവധൂത യതു സംവാദമായിട്ടിരിക്കും ഇതിഹാസമുദിതം മുതാ വചിക്കുന്നു ഞാനതു കേൾക്കാം. അവധൂതനായ എല്ലാ ദിക്കിലും സഞ്ചരനായി ഭയഹീനനായി വിദ്വാനായിരിക്കുന്ന ദ്വിജം ധർമ്മവിത്തവാനായിട്ടിരിക്കും. യതു കണ്ടു നിർമ്മലൻ തന്നെ പൂജിച്ചർച്ചിച്ചു ചോദിച്ചിതു. ലോകപൂജിതനാകും വിപ്രസത്തമ ഭവാൻ ലോകേഷു ബാലന്മാരെപ്പോലെ സഞ്ചരിപ്പതും കാരണമെന്തെന്നതും കർത്തവ്യമെന്തെന്നതും ആരണേന്ദ്രനാം ഭവാൻ തെളിഞ്ഞു ചൊല്ലിയിടുക. മാനുഷ ജനമേറ്റം ധർമാർത്ഥകാമത്തിനും ആനന്ദിച്ച ആയുസ്സിനും കീർത്തിസിദ്ധികൾക്കായും ഇച്ഛിച്ചുപോരും ന്യായമാകയാൽ ഭവാൻ എന്നു വിശ്വത്തിൽ ശ്രേഷ്ഠനായി വിദ്യാദക്ഷനുമായി സുപ്രസന്നാത്മാവായി സുഭഗനായ ഭവാൻ സുപ്രിയാമൃതഭാഷ്യയുക്തനായി വിടത്തിൽ അല്പമെങ്കിലും ഒന്നും ചെയ്യാതെ ജലോന്മത്തവത്സദാ
പിശാചവൽ ജളോന്മത്തവൽ സദാ പിശാചവൽ ബധിരാന്ധനെ പോലെ കാമലോഭാദ്യാദികളാകിയ ദാവാനലതാമസം കൊണ്ടു ദഹിച്ചിടുന്ന ജനങ്ങളിൽ വേർപെട്ടു വിമുക്തനായ അംഭസി മുഴുകിയോരാന എന്നതുപോലെ ആത്മാനന്ദാബ്ധവും മുങ്ങി പരമാനന്ദമായിട്ടിരിക്കും ഭവാനിന്നു പരമാനന്ദം നൽകും വസ്തുവാം പരമാർത്ഥം പരമാനന്ദമിങ്ങു വരുവാനായിക്കൊണ്ടു പരമാനന്ദത്തോടെ വഴിയേ ചൊൽക ഭവാൻ. ഇങ്ങനെ യദു മഹാഭാഗനാമവധൂതമംഗല ബ്രാഹ്മണനോടർ അർത്ഥിച്ചോരനന്തരം നിർമ്മലനായ മഹാബ്രാഹ്മണൻ പറഞ്ഞിതു. നിർമ്മലനായ യദുരാജ, നീ കേട്ടിടടോ, എനിക്കു ബഹുഗുരുക്കന്മാരുണ്ടവരെ ഞാൻ നിനച്ചു ബുദ്ധി കൊണ്ടങ്ങാശ്രയിക്കുന്നു സദാ. അവരാരെന്നു നിനക്കിന്നു കേൾക്കണമെങ്കിൽ പരിചിൽ ക്രമമായി ചൊല്ലുന്നു കേൾക്ക ഭവാൻ. അവനി വായു വ്യോമം ജലവും അഗ്നി ചന്ദ്രൻ രവിയും കപോതം അജകരം സമുദ്രവും പതകം ഭൃംഗം ഗജം മധുഹാമൃഗം മത്സ്യം പിംഗലാകുരരവും അർഭകൻ കുമാരിക ശരകൃൽ സർപ്പമൂർണനാഭിയും സുപേശകൃൽ ഗുരുക്കളെനിക്കിരുപത്തുനാൽവരുമിവർ. ഹേ നഹുഷാത്മജ, കേളിവിടെ മനസ്സിൻ്റെ ദീനത്തെ തീർപ്പാൻ 24 പേരുടെ വൃത്തികൾ കൊണ്ടൊക്കെയും ശോധന ചെയ്യുന്നു ഞാൻ. വൃത്തികളേതെന്നാകിൽ ആയതു കേട്ടുകൊള്ളുക. അവ്യക്തം മഹത്തത്വം അഹങ്കാരാദിതത്വം സുവ്യക്തമായിട്ടറിയുന്നിതാചാര്യവാക്യാൽ ഭൂമ്യാദിഭൂതങ്ങളാൽ ആക്രമിച്ചിടും മാർഗം ധീമാനായി അറിഞ്ഞതിദൈവകാരുണ്യവശാൽ ചഞ്ചലവിഹീനനായി ഏകാന്തസംഭവനായി ചഞ്ചലേന്ദ്രിയ പ്രിയരഹിതനായി നിത്യം ജ്ഞാനവൃദ്ധനായി അതിനിർമ്മല ഹൃദയനായി ആനന്ദനായിട്ടുള്ള യോഗിയാം മഹാപുമാൻ വിഷയവ്യാപാരധർമ്മങ്ങളോടിടചേർന്നു വിഷയത്തിങ്കൽ വസിച്ചിടിലും ബന്ധമില്ല. ദുർഗന്ധത്തോടുകൂടിയിരിക്കും വായു, പിന്നെ ദുർഗന്ധം വിട്ടുപോയാൽ അതിനാൽ ബന്ധിക്കുമോ? അങ്ങനെ ദേഹേന്ദ്രിയ വിഷയവ്യാപാരേണ സംഗതനായി വസിച്ചിടിലും ബന്ധമില്ല. ആത്മജ്ഞാനിയായി മഹായോഗിയായിരിക്കുന്ന ആത്മാരാമൻ അങ്ങൊരു ബന്ധവുമില്ലെന്തുകൊണ്ടും ആയതുകൊണ്ട് എനിക്കു പവനൻ ഗുരുവല്ലോ. മായമെന്നിയെ കേട്ടുകൊള്ളുക ധരാപതേ. അന്തർഭാവവും ബഹിർഭാവവും ആത്മഭാവാൽ അന്തരംഗത്തിൽ ഒന്നായിക്കൊണ്ടു നിസ്സംഗനായി അപരിച്ഛേദ്യനായിട്ട് ആകാശം പോലെ വ്യാപിച്ച അവസ്ഥാത്മാനുഭവ രസികനല്ലോ യോഗി. വായുനാ മേഘങ്ങളെ സഞ്ചരിപ്പിക്കും പോലെ കായാദി വിഷയങ്ങളൊക്കെയും പ്രാണനാലെ വ്യാപരിച്ചിടുന്നതും മേഘവായുക്കൾ രണ്ടും വ്യാപിച്ചിടിനോരാകാശത്തിന് ഇല്ലൊരു ബന്ധം എന്നതുപോലെ ദേഹപ്രാണധർമ്മങ്ങളൊന്നും എന്നുമേ പറ്റുന്നില്ല പരമാത്മനി നൂനം. ആകയാലൊരു ഗുരു ആകാശമെന്നറിയുക. ശോകനാശനകരമീദൃശം കാൺക ഭവാൻ. ഏവമാദികളായ മായാവൈഭവ ഗുണഭാവങ്ങളറിഞ്ഞു നിത്യാനന്ദശീലനായി കാലസൃഷ്ടികളായ പ്രകൃതി ഗുണങ്ങളാം ലീലകളോടുകൂടാതിരിക്കും ആത്മയോഗി. സന്തോഷശീലനായി മധുരവാക്കുമായി സന്തതം ജനപാപസംഘാതം നശിപ്പിപ്പാൻ സർവലോകങ്ങളിലും സഞ്ചരിച്ചിടും ഭക്ത്യാ ഗർവഹീനനായി സർവം ബ്രഹ്മണി ലയിപ്പിച്ചു ഈക്ഷണ സ്പർശന സൽകീർത്തനാദികൾ കൊണ്ടു മോക്ഷമാർഗത്തെ ചെയ്യുവാൻ മേദിനീ തീർത്ഥങ്ങൾ പോൽ സർവവും സഹിച്ചതിശുദ്ധ നിർമ്മലനായിട്ടുർവിയിൽ നിർവാണാത്മരൂപനാകുന്നു യോഗി. അതുകൊണ്ടല്ലോ തീർത്ഥഭൂമികൾ രണ്ടും എനിക്കധികം പ്രിയാചാര്യന്മാരെന്നതറിഞ്ഞാലും പിന്നെയും തപസ്സുകൊണ്ട് അഗ്നി പോൽ ഉജ്ജ്വലിച്ചു വന്നാശു സർവലോക കുക്ഷിപാത്രവുമായി അന്നാദി സർവം ഭക്ഷിച്ച് ഏകാന്തവാസനായി സർവപാപവും നശിപ്പിച്ചു താൻ വ്യക്താത്മാവായി നിർവാണസ്വരൂപനായിരിക്കും യോഗി പുമാൻ. ഒരിക്കൽ തെളിഞ്ഞുടൻ മറഞ്ഞു വെണ്ണീറ്റിലങ്ങിരിക്കും അഗ്നി പോലെ ഇരിക്കും ആത്മയോഗി. മാനുഷജനത്തിൻ്റെ മാനസമലിനങ്ങൾ ഊനമാക്കിയിടും നിത്യം അഗ്നി പോലെന്നറിക. ത്രിഗുണോത്ഭവമായ ലോകഭസ്മത്താൽ മൂടി
ത്രിഗുണനാശേ പരമാത്മാവ് ശോഭിക്കുന്നു. ഈശ്വരൻ മായ കൊണ്ടു ജഗത്തെ സൃഷ്ടിച്ചുടൻ ആശ്ചര്യം താനും പ്രപഞ്ചാത്മകനായിട്ടിഹ ഇന്ധനത്തിങ്കൽ അഗ്നി പോലെയുമിരിക്കുന്നു. ബന്ധമാം ജനനാദിമരണ ശ്മശാനാന്തം ആത്മാവല്ലാതെയുള്ള ദേഹാദി വസ്തുക്കളിൽ ആത്മാവായി കാലരൂപനായിടുന്നതുമീശൻ പ്രപഞ്ച സംയുക്തമായിരുന്നു. കാഷ്ടാഗ്നിവൽ പ്രപഞ്ചനാശേ വന്നി സാക്ഷിയായി വിളങ്ങുന്നു. ആകയാൽ അഗ്നി തന്നെ ഗുരുവെന്നെനിക്കിഹ. രാഗേന്ദു വൃദ്ധിക്ഷയകലകൾ പോലെ നിത്യം കേവലാത്മാവാമീശൻ തങ്കിലി ജഗത്തെല്ലാം ആവിർഭൂതമായി ക്ഷയിച്ചിടുന്നു മായാവശാൽ. ചന്ദ്രൻ അങ്ങെല്ലാ ദിനത്തിങ്കലും സമവൃത്തം തന്നെ ശരീരത്തിനേതുമേ കുറവില്ല. ഉണ്ടെന്നു തോന്നുന്നതു സൂര്യനിൽ മറകയാൽ ഇണ്ടലില്ലതുപോലെ ആത്മാവും പ്രപഞ്ചവും. അതിനാൽ ചന്ദ്രൻ എൻ്റെ ഗുരുവെന്നായി വന്നു. മതിമാനായ നൃപനന്ദന കേൾക്ക ഭവാൻ. അവ്യക്തസ്വരൂപനാമീശ്വരൻ കാലരൂപൻ സുവ്യക്ത പ്രപഞ്ചഭൂതമായി ചേർന്നതുകൊണ്ടു നിത്യവും അനിത്യവുമായിട്ടു കാണുന്നതു ചിത്തത്തിലോർത്തു കണ്ടാൽ അഗ്നിയിൽ ധൂമം പോലെ. ആത്മാവിൽ നിന്നു പ്രപഞ്ചോൽപത്തിയുണ്ടാകുന്നു. ആത്മനി ഗുണം കാലേന കാലത്തെയും ഉണ്ടാക്കി പിന്നെയതുമില്ലായ്മ ചെയ്തു സാക്ഷ്യം പണ്ടനാദ്യനായിടുന്നൊരവിദ്യയിൽ എന്നതുപോലെ പരമാത്മയോഗിയാമ്പുമാൻ ഇന്ദ്രിയങ്ങളോടിട ചേർന്നും ചേരാതെ കണ്ടും ഇരുന്നു നിത്യം പിന്നെ ലോകത്തെ ചേഷ്ടിപ്പിച്ചും അരുണകിരണൻ എന്നതുപോലിരിക്കുന്നു. അതുകൊണ്ടർക്കൻ എൻ്റെ ഗുരുവായിക്കൊണ്ടേനഹം. മായാവ്യാപാരങ്ങളെ നിനക്കിൽ അജ്ഞാനത്താൽ സ്ഥൂലബുദ്ധികളായ കാലവിഭ്രാന്താത്മാക്കൾ ചാലവേ ഭേദബുദ്ധി കൊണ്ടിഹ പരാത്മാനം തോയത്തിൽ കാണും പ്രതിബിംബാർക്കരൂപം പോലെ. മായയാ ഭ്രമം കൊണ്ട് രണ്ടെന്നു ധരിക്കുന്നു. ഇങ്ങനെ ഭ്രമബുദ്ധി ചിന്തയാധീനപ്പെടും. അങ്ങനെ ബോധമില്ലാത്ത അജ്ഞന്മാർക്ക് അബോധം പോൽ ഭ്രമിയാതിരുന്നു താനി ജഗത്തിങ്കലേറ്റം മമത വിട്ടു സംഘഹീനനായി കർത്താവായി ഒരു ദിക്കിലും ഒന്നും ചെയ്യാതെ വാഴുകിലും പരിചിൽ താൻ ചെയ്യുന്നിതെന്നുള്ള ദീനബുദ്ധ്യാ പ്രവർത്തിക്കുന്നിതെന്നും പ്രവർത്തിക്കുന്നില്ലെന്നും നിവൃത്തജ്ഞാന ബുദ്ധ്യാ ചെയ്യണം ബുധജനം. എങ്കിലോ കപോതത്തിൻ കഥ നീ ചൊല്ലിയിടുക ശങ്ക പോവതിനെന്നു ചോദിച്ചു നൃപോത്തമൻ. അപ്പോഴാ യതിവരൻ ആ പൃഥിവീന്ദ്രനോടു ജൽപ്പിച്ചു. കപോതമാം മാടപ്രാവെന്ന പക്ഷി പല്ലവ പത്രപുഷ്പഫലവല്ലികളോടും ഉല്ലസിച്ചുള്ള വൃക്ഷജാല സംയുക്തവനെ ഭാര്യയാം കപോതിയോടൊന്നിച്ചു. ഗൃഹസ്ഥനായി സ്വൈരമോട് അതിസ്നേഹഹൃദയബദ്ധനായി നടന ക്രീഡാശന ശയനാദികളിലും പടുതയോടും കൂടി ഒന്നിച്ചു വസിക്കുന്നാൾ. ജായ തന്നഭീഷ്ടങ്ങളേതുപോലെന്നാൽ അവനായതു സാധിപ്പിച്ചു കൊടുക്കും വഴി പോലെ. അങ്ങനെ കപോതം തൻ പത്നിക്കു വശനായി തിങ്ങിനോരിന്ദ്രിയ നിഗ്രഹമില്ലാതെ നിത്യം വാഴുന്നാൾ. കപോതിയുമണ്ഡങ്ങൾ പ്രസവിച്ചിതീശൻ്റെ മായ രചിതങ്ങളാൽ അണ്ഡങ്ങളും വിരിഞ്ഞു പുത്രന്മാരുമുണ്ടായതുകാലം. പരിചിൽ തനു രോമ സൗന്ദര്യാദികളോടും ജനിച്ച പുത്രന്മാരിൽ വാത്സല്യം ദമ്പതിമാർക്കനർഘമുണ്ടായി വന്നു. മധുര ശബ്ദങ്ങളാൽ പക്ഷരോമങ്ങളുടെ സ്പർശനങ്ങളാലും അച്ഛവക്ത്രങ്ങൾ കൊണ്ടും നല്ല ചേഷ്ടങ്ങൾ കൊണ്ടും സന്തോഷമുണ്ടായി വന്നിതതുകാലത്ത്. പിന്നെ സന്തതികളിലേറ്റം സ്നേഹബദ്ധരുമായി ദമ്പതിമാരും അതിസ്നേഹബന്ധത്തോടുകൂടെ അൻപോടെ വിഷ്ണുമായ മോഹിതരായി നിത്യം സന്തതികളെ രക്ഷിച്ചിരിക്കുന്നതു കാലം ചിന്തിച്ചു പ്രജാപരിപാലനം ചെയ്യുവാനായി താനേ സന്തതികളെ തൽഗൃഹേ വസിപ്പിച്ചു താനും തൻ ഭാര്യയുമായി പോയിതു വനത്തിങ്കൽ. സഞ്ചരിക്കുന്ന നേരം ലുബ്ധകനെന്ന വനസഞ്ചരൻ പ്രജകളെ പിടിച്ചു കൊണ്ടുപോയാൻ. ഭക്ഷണപദാർത്ഥങ്ങളൊക്കവേ സമ്പാദിച്ചു തൽക്ഷണം ഗൃഹേ വന്നു നോക്കിനാർ കപോതങ്ങൾ. കണ്ടീല ശിശുക്കളെ അന്നേരം അവർകളും കുണ്ഠിത മനോവ്യസനത്തോടും കൂടി തഥാഹേതി പ്രലപിച്ചു കരഞ്ഞു. മായാഗുണമോഹിതബദ്ധരായി വീണു ഭ്രമിച്ചവർ. ചിന്താചഞ്ചലരായി ബോധഹീനരായവർ അന്ധരായി വധ ഭവിച്ചിടിനാരല്ലോ. പിന്നെ ഭാര്യയെ നോക്കി പറഞ്ഞിടിനാൻ കപോതവും. ആര്യേ,
ദുർമതിയായ പാപിയാമെൻ്റെ കർമ്മം ഇങ്ങനെ വന്നതെന്നറിക മനോഹരെ. ഇങ്ങനെ കബോധവും കരഞ്ഞു തുടങ്ങിനാൻ. ഹാഹാ ബാലകന്മാരെ, എന്നെയും ഭാര്യയെയും ഹാഹന്ത വെടിഞ്ഞങ്ങു പോയിക്കൊണ്ടു നിങ്ങളിപ്പോൾ എന്നിവ പറഞ്ഞു ദുഃഖിച്ചു തൻ പുത്രഹീന മന്ദിരത്തിങ്കൽ ഭാര്യ താനുമായി വാഴുന്ന നാൾ. ഭാര്യയും മരിച്ചുപോയി, പുത്രരുമില്ലാതെയായി, കാര്യമെന്തിന് ഞാൻ ഇങ്ങിരുന്നാൽ ഫലമില്ല എന്ന് ചിന്തിച്ചു. പിന്നെ ദുഃഖിതനായിട്ടവൻ സന്നധൈര്യേണ വസിച്ചിടിനാൻ. കപോതവും ഈ വണ്ണം കുടുംബത്തെ രക്ഷിച്ചു പോഷിപ്പാനായി ചാബല്യം കലർന്നേറ്റം ബദ്ധനായി കൃപണനായി ശാന്തി കൂടാതെ ദ്വൈതരമനായിരിപ്പവൻ ബന്ധനഗൃഹത്തിങ്കൽ പക്ഷി പോലലഞ്ഞിടും. ഇങ്ങനെ ഇരിപ്പവൻ ആരൂഢമുക്തിദ്വാരമങ്ങറിയാതെ കീഴ്പോട്ടേക്ക് പതിക്കുന്നു. മംഗലാത്മാക്കളായി മേ വീടും മുക്തന്മാരാൽ ഇങ്ങനെ തന്നെ ചൊല്ലപ്പെടുന്നു നൃപോത്തമ എന്നതുകൊണ്ടെനിക്കു ഗുരുവായി കപോതവും. മന്നവദേഹികൾക്കു നരകസ്വർഗങ്ങളിൽ ഇന്ദ്രിയ സംബന്ധേന സുഖദുഃഖങ്ങൾ രണ്ടും വന്നുകൂടിയിടുന്നൊരു ഹേതുവായിരിപ്പൊരു സുഖദുഃഖങ്ങൾ രണ്ടും ഇച്ഛിക്കുന്നീല ബുധൻ. സകലമനിത്യമായിരിക്കെ കൊണ്ടു തന്നെ മഹത്തായിരിക്കുന്ന സർപ്പത്തെപ്പോലെ അവൻ ഇഹത്തിൽ എതിർച്ഛയാ വന്നതു ഗ്രഹിച്ചിടും. ഭൂരിയായിട്ടും സ്വല്പമായിട്ടും ലഭിച്ചാലും പോരാ എന്നതുമില്ല, മതി എന്നതുമില്ല. ലഭ്യഭോജനത്തെയും ലഭിച്ചു സദാകാലം പുഷ്ടിയോട് അജകര സർപ്പങ്ങൾ പോലെ തന്നെ സുഖദുഃഖങ്ങൾ രണ്ടിലേതു വന്നണഞ്ഞാലും സുഖമേ അനുഭവിച്ചെല്ലാം നശ്വരമെന്നും നിശ്ചല ഹൃദയനായിടുന്ന മഹായോഗി സച്ചിൽ ധ്യാനമാനസൻ വസിക്കുമെല്ലാ നാളും. ഇങ്ങനെ മുനിവൃത്തിയാകയാൽ അജകരം എന്ന പന്നകവും എന്ന ആചാര്യനറിഞ്ഞാലും അധികം തേജോബലമുള്ള ദേഹത്തെ ഭരിച്ച അതിസുപ്തനെപ്പോലെ ഇന്ദ്രിയവിഹീനനായി പ്രസന്നഗംഭീരനായി അനന്തപാരനായി പ്രസന്നജ്ഞാനബോധാൽ ദുർവൃത്തിഹീനനായി അക്ഷോഭ്യനായി ചലിച്ചിടാതെ സിന്ധു പോലെ അക്ഷയബുദ്ധി വിസ്താരിതനായി അകാമനായി ശ്രീനാരായണ ധ്യാന തൽപരനായിട്ടേറ്റം ജ്ഞാനിയാം മഹാമുനി സർവകർമ്മങ്ങൾ ചെയ്തു സർവബാഹേന്ദ്രിയേഷു ബന്ധിക്കാതെ എറാതഹോ സർവകാലവും ശോഷിച്ചിടാതോരബ്ധി പോലെ ഇരിക്കും ആത്മാനന്ദയോഗിയാം മഹാപുമാൻ ധരിക്ക ഗുരു. നമുക്കിതിനാലബ്ധി നൂനം. ഇന്ദ്രിയ നിഗ്രഹമില്ലാതെ കണ്ട ജ്ഞാനികൾ ചന്ദ്രബിംബാനനാഭാഹിരണ്യാംബരധര മായാരൂപിണി ബാലയുവതീമണി തൻ്റെ കായശോഭിത ഭാവവൈഭവങ്ങളെ കണ്ടു മോഹിതന്മാരായിടും. അഗ്നിയിൽ ശലഭങ്ങൾ ആഹാരം നിനച്ചുപോയി പതിക്കുന്നതുപോലെ മായാസംഭൂതമായ ദ്രവ്യമാമന്ധകാരമായിരിക്കുന്ന തമോ ഗുണത്തിൽ ചാടി മൂഢൻ സത്വതം ഭോഗത്തിനായി തമസി പതിക്കുന്നു. ശലഭമതിനാലേ ഗുരുവാമല്ലോ മമ. ചലിതനല്ലാതുള്ള യോഗിയാം മഹാവുമാൻ കുറഞ്ഞ ഭോജനത്തെ ഗ്രഹിക്കും. ദേഹമുള്ളവരേക്കും ഗൃഹവാസി ജനഹിംസകളില്ല. എന്തുപോലെന്നാൽ അതു മധുമക്ഷിക പോലെ. ബോധത്തിനൊരു ഗുരു മധുമക്ഷികയല്ലോ. അണുവായി വലുതായിട്ടിരിക്കും ശാസ്ത്രങ്ങളെ മനസാ ഗൃഹീതനായി കുശലനായ നരൻ സർവത്തിങ്കലുമുള്ള രസത്തെ ഗ്രഹിച്ചിടും. സർവപുഷ്പത്തിൻ മധുവുണ്ണം ഷൾപദം പോലെ സർവശാസ്ത്രവും ഗ്രഹിച്ചിടുന്നതെന്തിനെന്നാൽ നിർവാണപദരസപരമാനന്ദാർത്ഥത്തെ ഗ്രഹിപ്പാനായിട്ടല്ലോ. വിദ്വാനാം മഹാവുമാൻ ഗ്രസിച്ചു സർവജ്ഞനായി സായുജ്യം പ്രാപിക്കുന്നു. അതിനാൽ മധുപനം ദേശികനെനിക്കെന്നും മതിമാനായ ഭിക്ഷുപാണി മാത്രോദരനായി ക്ഷുദ്വിനാശാർത്ഥം ഭക്ഷിച്ചിടുന്നു മഹായോഗി. ക്ഷുത്തുതീർന്നീടിൽ ഇച്ഛ പോലെ ഭക്ഷിക്കയില്ല. ഭക്ഷിക്കുന്നതുകൊണ്ടു തക്ഷണം നശിച്ചു പോം. ഭിക്ഷു നാരിയെ അരുതെന്തുപോലെന്നാൽ അർക്കനീ ജഗത്തെല്ലാം സ്പർശിച്ചങ്ങിരുന്നാലും അർക്കനെത്തൊടുന്നീല ലോകങ്ങളെന്ന പോലെ. യോഗി നാരിയെ സ്പർശിച്ചിടുകയിൽ ആന പോലെ ശോകിയായി ബന്ധിക്കുന്നു മാനസമറിഞ്ഞാലും. ബുദ്ധിമാൻ സ്ത്രീയെ സ്പർശിച്ചിടലും ആന പോലെ ബദ്ധനായി മൃത്യു ഭവിച്ചിടുന്നതെന്നു നൂനം. ഏറ്റവും ബലത്തോടു കൂടിയ മഹാഗജക്കൂറ്റന്മാരോടുകൂടിയിരിക്കും ഗജശ്രേഷ്ഠൻ. വനത്തിലൊരു ദിക്കിൽ കൂട്ടത്തെ വേറിട്ടഹോ കനത്ത മതത്തോടു ഭക്ഷണം ചെയ്യുന്നേരം അന്യമാതങ്ക കൂട്ടം ചെന്നതിൽ അതിക്രമിച്ച
ഭക്ഷിക്കയാൽ മത്തമാതങ്കവരൻ ദുഃഖപ്പെട്ടിടും പോലെ ദുഃഖിക്കും ഒരു പുമാൻ. ദുഃഖിച്ചുണ്ടായ വിത്തധാരപുത്രാദികളെ വഴിയെ അനുഭവിച്ചിടുകയില്ലന്യന്മാർ. വഴികൊണ്ട് ഉപദ്രവം ചെയ്യുകയാൽ ദുഃഖം ഫലം. മാതംഗമതിനാലേ മമ സദ്ഗുരുവല്ലോ. ഗീതവാദ്യാദി ഗ്രാമ്യ സ്ത്രീകൾ തൻ നൃത്തങ്ങളും കേൾക്കയും ദർശിക്കയും ഓർക്കയും അരുതുതാൻ. ചൊൽക്കൊണ്ടൊരു ഋഷ്യശൃംഗ മാമുനിയെപ്പോലെയും മാനിനെപ്പോലെയും കേൾ ശബ്ദാദി വിഷയത്തിൽ മാനസബദ്ധന്മാരായി സർവരും നശിക്കുന്നു. അതിനാലൊരു ഗുരു മൃഗമെന്നറിഞ്ഞാലും. അധുനാ ജിഹോവസ്തരസമോഹിതന്മാരായി മർത്യന്മാർ രസേച്ഛയാ ബളിശം ഗ്രസിച്ചൊരു മത്സ്യങ്ങൾ പോലെ മരണത്തെയും പ്രാപിക്കുന്നു. മത്സ്യമിങ്ങതിനാലേ മദ്ഗുരുവരനല്ലോ. മർത്യന്മാർ ചിലർ നിരാഹാരന്മാരായിട്ടിഹ രസത്തെ വർജിച്ചുടൻ ഇന്ദ്രിയങ്ങളെ ജയിച്ച അസംഖ്യം നീരസവും രസത്തിൽ വർദ്ധിക്കുന്നു. പുരുഷൻ എത്ര കാലം രസത്തെ ജയിക്കാതെ ഇരിക്കിൽ അത്ര കാലം ജയിക്കിൽ ഇന്ദ്രിയാണി. രസത്തെ എത്ര കാലം ജിതമാക്കുന്നിതെന്നാൽ അസത്താം ഇന്ദ്രിയാണി ജയിക്കാം അത്ര കാലം. അതിനിന്നൊരു കഥ കഥനം ചെയ്തിടുവൻ. മിഥിലാപുരത്തിങ്കൽ പിങ്കള എന്നു പേരായി തരുണീമണിയായ വേശ്യയുണ്ടായി വന്നു. തരുണകാലത്തവളിരുന്ന വൃത്താന്തങ്ങൾ പരിചിൽ കുറഞ്ഞൊന്നു പറവൻ കേട്ടുകൊള്ളുക. സരസീരുഹാക്ഷിയാലെ ഞാൻ ശിക്ഷിക്കപ്പെട്ടു. അതുമെങ്ങനെയെന്നാൽ ഒരിക്കൽ വേശ്യാമണി അതിമോഹന വേഷം കൈക്കൊണ്ടു കാമുകിയായി നിർധനന്മാരെ ത്യജിച്ച് അർത്ഥവാന്മാരെ കൊതിച്ച് അർദ്ധരാത്രിയിൽ അവൾ സങ്കേതേ വസിക്കുമ്പോൾ ചെന്നിതു ഞാനും. അത്ര സങ്കേത സ്ഥലത്തിങ്കൽ അന്നവൾ ബഹിർദ്വാരേ വസിക്കുന്നത് കൊണ്ട് പല വിത്തവാന്മാരെ വരുത്തി അവരെയും പല ലീലയാ കാമതന്ത്രത്താൽ വശമാക്കി അർത്ഥസമ്പാദ്യം ചെയ്തു വസിക്കുന്നപ്പോൾ ഒരു വിത്തവാൻ മഹാഷഠൻ വന്നിതങ്ങർത്ഥരാത്രവും. അവനെ വരിച്ചവൾ സങ്കേതേ ഭുജിപ്പാനായി യുവതി മണിദാസിമാരുമായി തുടങ്ങുമ്പോൾ കോപിയായി ഷഠനായി ദ്രവ്യസ്ഥനായുള്ളൊരു പാപിതാൻ വേശ്യജല്ലാഞ്ഞേറവും ക്രുദ്ധനായി പുറപ്പെട്ടതു നേരം തിരിക്കെന്നവൾ ചെന്നു കരത്തെ പിടിപെട്ടു. വരുത്ത മോഹത്തിനാൽ അധികം ദ്രവ്യം തരുന്നവനിന്നു ഉപേക്ഷിച്ചിട്ടധുനാ പോകുന്നിതെന്നിങ്ങനെ ദുരാശയാ നിദ്ര കൂടാതെ അവൾ അവനെ ആശ്രയിച്ചിട്ട് അർദ്ധരാത്രിയിൽ പുറപ്പെട്ടിതു. പാരവശ്യാൽ അകത്തു പോകുമുടൻ പുറത്തു വരുമപ്പോൾ അകക്കാമ്പിങ്കൽ അർത്ഥമോഹപാശത്താൽ അവൾ കോപിയാം ദ്രവ്യസ്ഥനും പോയതു നേരം അതിവേവധുകൊണ്ട് നിന്നു ചിന്തിച്ചു വേശ്യാനാരി. ശുഷ്കവസ്ത്രനായി പലവചനം ചൊല്ലിയിടിനാൾ. ദുഷ്കൃതമഹോ കഷ്ടമെന്നുടെ മോഹം കാണുക. അജ്ഞാനിയായിട്ടു ഞാൻ കാമപാശേന ബധ്വ സുജ്ഞാനസ്വരൂപനായി നഷ്ടചിത്താനന്ദനായി ഹൃദിസ്ഥനായ രതിപ്രദനെ ത്യജിച്ചു ഞാൻ. മതത്താൽ ശോകമോഹപ്രദമായിരിക്കുന്ന തുച്ഛമോഹത്തെ ഇച്ഛിച്ചതിനെ ത്യജിക്കുന്നത് അച്യുതപാദഭക്തിയില്ലായിക തന്നെ നൂനം. അതുമല്ലിഹ കഷ്ടമാത്മാവ് പരിതപിച്ച് അധികാമാർത്ഥാശയ മോഹിതയായിട്ടു കാൺ വെറുതെ പരിഭ്രമിച്ചുഴലുന്നിതുമിപ്പോൾ. പെരുത്ത ദുഃഖത്തിനായി സങ്കേതവൃത്തി കൊണ്ടും നശ്യമായിരിക്കുന്ന വിത്തത്തെ സമ്പാദിച്ചു വിശ്വസിച്ചിരിക്കുന്ന സുഖവും നഷ്ടം കഷ്ടം. അസ്ഥിമാംസാദിയാലെ നിർമ്മിതമായ ദേഹം എത്രയും ദുർഗന്ധമായി നഖരോമങ്ങളോടും നവദ്വാരേണ മലമൂത്രപാത്രമായൊരു വപുസ്സും നിത്യമല്ലാതതിനാലിഹ ഞാനും മൂഢധിയായിട്ടിപ്പോൾ ജനകരാജ്യത്തിങ്കലാടൽ കൊണ്ടുഴലുന്നു മായാവൈഭവത്തിനാൽ നിദ്രയിൽ സ്വപ്നം പോലെ ഇരിക്കും ദേഹാദികൾക്കെത്രയും കർത്താവായൊരാത്മാവ് തന്നെ നിത്യം സകല ഭർത്താവായിട്ടിരിക്കുന്നതിനാലേ സകലമാത്മാവിനാൽ രമിക്കുന്നിതു ഞാനും. അതിനാൽ എൻ്റെ ഭർത്താവായതു പരമാത്മാമതിയില്ലായിക കൊണ്ടങ്ങുഴന്നേൻ ഇത്രകാലം. ആകയാൽ സർവനാരീ പുരുഷന്മാരെ രക്ഷിച്ച അഖിലേശ്വരനായ വിഷ്ണു മൽഭർത്താനൂനം ഭഗവാൻ എന്നിൽ പ്രീതനായി വരുമതിന്നിനെ വിഗതൈഷണയായി സൽക്കർമ്മം ചെയ്തിടുകൾ ദുഷ്കർമ്മവശയായി മന്ദഭാഗ്യയായി ദുഷ്കൃതയായോരെൻ്റെ ദുഷ്കർമ്മം നശിച്ചിടും. യാതൊന്നുകൊണ്ടുള്ളൊരു ചിന്തയും നശിച്ചിടും. യാതനാദികളായ നരകങ്ങളും തീരും. ഇങ്ങനെ ചിന്തിച്ചതിഭക്തയായവൾ പിന്നെ മംഗലയായി വന്നിതു പിംഗലയതു കാലം. പിന്നെയും വിവേകത്താൽ ഓരോന്ന് ചിന്തിച്ചിതു മന്നവ വഴിപോലെ കേട്ടുകൊള്ളുക ഭവാൻ. ഗൃഹസ്ഥന്മാരായവർ ദുർമാർഗാശയെ
ത്യജിച്ച അഹങ്കാരത്തെ വിട്ടിങ് ഈശ്വരാനുഗ്രഹത്താൽ വരുന്ന ഭോജ്യങ്ങളെ ഭുജിച്ചു വരാത്തതിലൊരു നേരവും ചിന്ത കൂടാതെ വസിക്കണം. എങ്കിൽ ഈശ്വരൻ തൻ്റെ തുഷ്ടിയുണ്ടാകും. അപ്പോൾ പങ്കങ്ങളകന്നിടും ഈശ്വരപ്രസാദത്താൽ പിന്നെയും ഈശ്വരനെ ശരണം പ്രാപിക്കണം എന്നു വേദോക്തം. അതുപോലെ ഞാനിനി നിത്യം സന്തുഷ്ടയായി യഥാലാഭേന ജീവിക്കുന്നു. ചിന്തയില്ലാതെ മുനി വാഴുന്ന പോലെ തന്നെ. ആത്മാവിനാൽ കണ്ടു ഞാൻ രമിക്കുന്നു. ആത്മാവെ അറിയാതെ സംസാരകൂപേ നിത്യം പതിതമായി വിഷയേന്ദ്രിയ വ്യാപാരേണ സതതം കാലാഹിയാൽ ഗ്രസ്തമായിരിക്കുന്ന ജീവനെ ഈശ്വരനല്ലാതെ കണ്ടൊരുവർക്കും ആവതുമില്ല രക്ഷിച്ചിടുവാൻ ഇഹലോകേ. പരമാത്മാവാകുന്നോരീശ്വരൻ തന്നെ വേണം. പരമാത്മാവെ രക്ഷിച്ചിടുവാൻ മറ്റില്ലാരും പരമാത്മാ രണ്ടും ഒന്നെന്നു കണ്ടു ഭാവാനുഭാവ സ്വാത്മാ രണ്ടും ഒന്നെന്നു നൂനം. അഖിലങ്ങളെ അറിവാത്മനിഖില പദാർത്ഥങ്ങൾ ആത്മാനമറിവീല. ഈ അറിവിനെയും കാലാഹിയാൽ ഗ്രസ്തമായ ഈ ജഗത്തെയും അറിഞ്ഞിടുന്നതാത്മജ്ഞാനം. അപ്രമത്തനായവൻ നിരഹങ്കാരനായി വിഭ്രമഹീനം പരമാർത്ഥാത്മജ്ഞാനയോഗി. ഇങ്ങനെ പലതരം ചിന്തിച്ചു പറഞ്ഞിതു പിംഗലയായ വേശ്യാനാരിയും നൃപോത്തമ. ഇത്തരം പ്രവൃത്തയായി കാന്തദർശജയായ ചിത്ത ദുർവിഷയാശാവൃത്തിയെ ഛേദിച്ചവൾ അധികം ശമവൃത്യാ കിടക്കും മണിയറയതിലങ്ങകമ്പുക്കുമെല്ലവേ ശയിപ്പാനായി. ദുർവിഷയാശയല്ലോ പരമദുഃഖപ്രദം. ദുർവിഷയാശാത്യാഗം നൈരാശ്യം സുഖപ്രദം. അതിനാൽ വേശ്യയായ പിംഗലയായ നാരിമതിയിൽ ദുഃഖപ്രദമായ കാന്താശ വിട്ട് സുഖമാകുന്ന വണ്ണം കിടന്നങ്ങുറങ്ങിനാൾ. അകമേയൊരു ഗുരു പിംഗലയെന്നോർത്തു ഞാൻ. ഹരേ കൃഷ്ണ. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഹരേ നാരായണ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പാ ശരണം.